നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൽ. ഇന്ന് ജൂൺ 14 ഞായർ 2025 വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഇന്ന് റെഡ് അലർട്ട്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. കേരള തീരത്ത് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുന്ന നിർദ്ദേശവും ഉണ്ട്. സംസ്ഥാനത്ത് കനത്ത മഴയിൽ പലയിടത്ത് ദുരിതവും വ്യാപക നാശവും. കോഴിക്കോട് നഗരമേഖല ഉൾപ്പെടെയുള്ള രൂക്ഷമായ വെള്ളക്കെട്ട് ജനജീവിതത്തെ ബാധിച്ചു. പത്തനംതിട്ടയിലും എറണാകുളത്തും മതിലിടിഞ്ഞും മരം വീണും നിരവധി സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്താകട്ടെ ചാലയിൽ സ്കൂളിൻ്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. സംസ്ഥാനത്താകെ കടലാക്രമണവും രൂക്ഷമാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വടക്കൻ കർണാടകയ്ക്കും മറാത്ത വാടയ്ക്കും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. മറ്റൊരു ചക്രവാത ചുഴി വടക്കൻ തീരദേശ ആന്ധ്രാപ്രദേശ് സമീപം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ വിജയത്തിനായി മണ്ഡലത്തിൽ പ്രചാരണം തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നലെ നടന്ന കൺവെൻഷനിൽ PV അൻവറിനും പ്രതിപക്ഷത്തിനും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. CH മുഹമ്മദ് കോയയുടെ നിലപാട് ഓർമ്മിപ്പിച്ച് മുസ്ലിം ലീഗ് എങ്ങനെ ജമാഅത്ത് ഇസ്ലാമുമായി കൈകോർക്കുന്നു എന്ന ചോദ്യം മുഖ്യമന്ത്രി ഉയർത്തി. UDFന് അങ്കലാപ്പാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ MPയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും സഞ്ചരിച്ച വാഹനം തടഞ്ഞ് പെട്ടി പരിശോധിച്ചത് മനഃപൂർവ്വമുള്ള അവഹേളനമാണെന്നും ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നതായും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA നിലമ്പൂരിൽ UDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സണ്ണി ജോസഫ് വാഹന പരിശോധനയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ നിയമ നടപടികളുമായി ജമാഅത്തെ ഇസ്ലാമി. പഹൽഗാം ആക്രമണത്തിൽ ജമാഅത്തെ പ്രതികരിച്ചില്ലെന്ന MV ഗോവിന്ദൻ്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് നടപടി. പച്ചക്കള്ളം പ്രചരിപ്പിച്ച് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ CPM ശ്രമിക്കുകയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ പറഞ്ഞു. MV ഗോവിന്ദനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഷിഹാബ് പൂക്കോട്ടൂർ പ്രതികരിച്ചു. CH മുഹമ്മദ് കോയ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പരാമർശത്തിന് മറുപടിയുമായി CHൻ്റെ മകനും മുസ്ലിം ലീഗ് നേതാവുമായ MK മുനീർ തൻ്റെ പിതാവ് ആ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികൾ പങ്കെടുത്തിട്ടില്ലെന്നും എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികൾ പങ്കെടുക്കുകയും അവരുടെ വോട്ട് വാങ്ങുകയും ചെയ്ത പിണറായി വിജയന് ഇത്തരം പ്രസ്താവന ഇറക്കാനുള്ള ധാർമ്മികതയില്ലെന്നും മുനീർ പറഞ്ഞു. പരന്ന വായനയുടെ ഗുണമൊന്നും നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സുരാനിൽ കാണുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ആശാസമരത്തെ കണ്ടില്ലെന്ന് നടിച്ച സാംസ്കാരിക നായകന്മാർ എന്തുകൊണ്ടാണ് സുരാജിനെ പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ആശാവർക്കർമാരുടെ സംസ്ഥാനതല സമരയാത്രയ്ക്ക് തിരുവനന്തപുരം നെടുമങ്ങാട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. കേരള തീരത്തിന് സമീപത്ത് വെച്ച് തീപിടിച്ച സിംഗപ്പൂരിൻ്റെ വാൻഹായ് 503 കപ്പലിൽ നിന്ന് താഴേക്ക് പതിച്ച കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിയാൻ സാധ്യത. നാളെ മുതൽ കേരളത്തിലെ തീരപ്രദേശം കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യതയുണ്ടെന്നും തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തുടനീളമുള്ള സുരക്ഷിതവും അനുയോജ്യവുമായ രക്തയൂണിറ്റുകളുടെ ലഭ്യതയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ അറിയാനായി കേന്ദ്രീകൃത സോഫ്റ്റ്വെയറായ ബ്ലഡ് ബാങ്ക് ട്രസബിലിറ്റി ആപ്ലിക്കേഷൻ സജ്ജമാക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഈ വർഷം അവസാനത്തോടെ ഈ പോർട്ടലിൽ ജനങ്ങൾക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാവുന്നതോടെ എവിടെ നിന്നും രക്തബാങ്കുകളുടെ വിവരങ്ങൾ ലഭ്യമാവുമെന്നും മന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ പൂട്ടിയിട്ട് ഏത്തമിടിയിച്ച് അധ്യാപിക. തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് ദേശീയഗാനം ആലപിക്കുന്നതിനിടെ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് കാരണം. സംഭവം അറിഞ്ഞ് രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്ന് സ്കൂളിലെ പ്രധാന അധ്യാപിക കുട്ടികൾക്ക് ബസ് ടിക്കറ്റിന് പണം നൽകി പറഞ്ഞുവിടുകയായിരുന്നു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠർ രാജീവർ, കണ്ഠർ ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു ദീപം തെളിച്ചു. മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ജൂൺ 19 രാത്രി 10 മണിക്ക് നട അടയ്ക്കും. മൂവാറ്റുപുഴയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമം. മൂവാറ്റുപുഴ കദളിക്കാട് ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം. കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ EM മുഹമ്മദിന് നേരെയായിരുന്നു ആക്രമണം. സംഭവത്തിൽ 2 പേർക്കുമെതിരെ വധശ്രമത്തിന് കേസെടുത്തു. പ്രതികൾക്കായി അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. എറണാകുളം ചേരാനൂരിൽ 16-കാരൻ മുങ്ങി മരിച്ചു. പള്ളിക്കവല VP മരയ്ക്കാൻ റോഡിൽ കല്ലറയ്ക്കൽ വീട്ടിൽ മിലൻ ആണ് മരിച്ചത്. കൂട്ടുകാർക്കൊപ്പം കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല. പരുത്തൻപാറ പ്രാർത്ഥനാ കേന്ദ്രത്തിലെ പാസ്റ്ററെയും അന്തേവാസിയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്തിയൂർക്കോണം സ്വദേശി P ദാസൻ, ബാലരാമപുരം സ്വദേശി K ചെല്ലമ്മ എന്നിവരാണ് മരിച്ചത്. ഇരുവരും കിണറ്റിൽ ചാടി ജീവനൊടുക്കിയതാകാമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം.
തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഭർത്തുവീട്ടിൽ യുവതി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തോളൂർ സ്വദേശി അപർണയാണ് ഭർത്തുവീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് അക്ഷയ് വിദേശത്ത് സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷമായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം നടന്നത്. കുര്യാത്തി സ്വദേശി ശശിധരൻ നായരുടെയും രമാകുമാരിയുടെയും മകളാണ് അപർണ. കെനിയയിലെ വാഹനാപകടത്തിൽ മരിച്ച 5 മലയാളികളുടെ മൃതദേഹം ഞായറാഴ്ച കൊച്ചിയിലെത്തിക്കും. യെല്ലോ ഫീവർ വാക്സിൻ നിബന്ധനയിൽ ഇളവ് അനുവദിച്ചതിലാണ് മൃതദേഹം കൊണ്ടുവരുന്നതിലെ തടസ്സം നീങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലാണ് ഇതിലേക്ക് നയിച്ചത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച 11 പേരുടെ DNA പരിശോധന പൂർത്തിയായി. 3 പേരുടെ മൃതദേഹം ഇന്നലെ വിട്ടു നൽകി. പരിക്കേറ്റ മിക്കവരും ആശുപത്രി വിട്ടതാണ് വിവരം. അതേസമയം മരിച്ച 11 വിദേശ പൗരന്മാരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് വരികയാണെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. അത്ഭുതകരമായി രക്ഷപ്പെട്ട ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ രമേശ് 3 ദിവസങ്ങളിൽ ആശുപത്രി വിടും. കഴിഞ്ഞ ദിനങ്ങൾ ദുർഘടം നിറഞ്ഞതാണെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. തന്റെ പിതാവ് മരിച്ചത് അപകടത്തിലാണ്. ആ വേദന എത്രയെന്ന് നന്നായി അറിയാം. അപകടം നടന്ന ഉടനെ സ്ഥലത്തെത്തിയെന്നും രക്ഷാപ്രവർത്തനത്തിൽ ഗുജറാത്ത് സർക്കാരിൻ്റെയും നല്ല പിന്തുണ കിട്ടിയെന്നും മന്ത്രി പറഞ്ഞു. അപകടത്തിന് ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും രക്ഷപ്പെട്ട ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ രമേശിനും 25 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു എയർ ഇന്ത്യ. നേരത്തെ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നൽകുമെന്ന് എയർ ഇന്ത്യയുടെ ഉടമസ്ഥരായ ടാറ്റ ഗ്രൂപ്പും അറിയിച്ചിരുന്നു. ഈ തുകയ്ക്ക് പുറമെയാണ് എയർ ഇന്ത്യ 25 ലക്ഷം രൂപ കൂടി നൽകുന്നത്. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് വഹിക്കുമെന്നും അപകടത്തെ തുടർന്ന് തകർന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടം പുനർനിർമ്മിക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയിരുന്നു. തെലങ്കാനയിൽ സ്കൂളില്ലാത്ത ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളുമായി 571 പുതിയ സ്കൂളുകൾ സ്ഥാപിക്കുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി. കർണാടകയിൽ ബൈക്ക് ടാക്സി സർവീസുകൾ നിരോധിക്കുന്നു. ബൈക്ക് ടാക്സി നിരോധിച്ചുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷണൽ ബെഞ്ച് ശരിവെച്ചു. ഇതോടെ കർണാടകയിലെമ്പാടും ബൈക്ക് ടാക്സി നിരോധനം നിലവിൽ വരും. ജൂൺ 15-നകം എല്ലാ ബൈക്ക് ടാക്സികളും പിൻവലിക്കണമെന്നായിരുന്നു കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ്. മധ്യപ്രദേശിലെ ബാലാഘട്ടിൽ 4 മാവോയിസ്റ്റുകളെ വധിച്ചു. വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലാണ് 4 പേർ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടതിൽ 3 പേർ സ്ത്രീകളാണ്. രാജ്യത്ത് കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു. രാജ്യത്താകെ 268 പുതിയ കേസുകൾ കൂടിയാണ് 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തുള്ളൂ. ഇതോടെ ആകെ കേസുകൾ 7400 ആയി. 24 മണിക്കൂറിനിടെ 9 കോവിഡ് മരണവും രാജ്യത്ത് സ്ഥിരീകരിച്ചു. ഇതിൽ 3 മരണം കേരളത്തിലാണ് സംഭവിച്ചത്. പഹൽഗാം ആക്രമണത്തിൽ ഭീകരവാദികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ആദിൽ ഹുസൈൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകി സർക്കാർ. ജമ്മു കാശ്മീർ ഗവർണർ മനോജ് സിൻഹ വീട്ടിലെത്തി നിയമന ഉത്തരവ് കൈമാറി. പഹൽഗാം ഭീകരാക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ കൊല്ലപ്പെട്ടത്. ദുബായ് മറീനയിലുള്ള 67 നിലകളുള്ള കെട്ടിടത്തിൽ വെള്ളിയാഴ്ച രാത്രി വൻ അഗ്നിബാധ. ആളുകളെല്ലാം സുരക്ഷിതരാണെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. മഫീന പിനാക്കിളിലെ ടൈഗർ ടവറിലുണ്ടായ തീപിടുത്തം ദുബായ് സിവിൽ ഡിഫൻസ് സംഘം 6 മണിക്കൂറെടുത്താണ് നിയന്ത്രണ വിധേയമാക്കിയത്. ഇസ്രായേൽ വീണ്ടും ഇറാൻ്റെ മിസൈൽ ആക്രമണം. ഇറാനിലെ ആയത്തുള്ള ഭരണകൂടത്തിന് കീഴിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നിലപാട് വ്യക്തമാക്കി. ഇന്ത്യ ചർച്ചകളുടെയും നയതന്ത്ര ഇടപെടലുകളുടെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കാൻ ശ്രമിക്കണമെന്നും അതാണ് ഇന്ത്യയുടെ നിലപാടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം നടത്തേണ്ടത് അനിവാര്യമാണെന്നും ഇന്ത്യ വിശ്വസിക്കുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.